ഹലോ നമസ്കാരം, ഏവർക്കും പുതിരിടിയിലേക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇരുന്ന ഓണക്കാലത്ത് ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ചിത്രമാണ് നസ്ലിൻ, മമിത ബൈജു എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ പ്രേമലു എന്ന ചിത്രം. രണ്ടാമത്തെ ചിത്രം മോഹൻലാൽ, പ്രിയാമണി, സിദ്ദീഖ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ നേര് എന്ന ചിത്രം. മൂന്നാമത്തെ ചിത്രമാണ് ദിലീപ്, തമന്ന എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ബാന്ദ്ര എന്ന ചിത്രം വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും കാത്തിരിക്കാം ഒഫീഷ്യൽ അപ്ഡേഷന് വേണ്ടി. നാലാമത്തെ ചിത്രമാണ് കുഞ്ചാക്കോബൻ, അതോടുകൂടി സുരാജ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ഗിർ എന്ന ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റിന് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഓണക്കാലത്ത് ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുമെന്നും അതോടുകൂടി ചിത്രം സെപ്റ്റംബർ മാസം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മമ്മൂട്ടി, ജയറാം എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു എബ്രഹാം ഓസ്ലർ. ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റാണല്ലോ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിത്രം ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അടുത്തൊരു ചിത്രമാണ് ശ്രീനാഥ് ബാസി, ബാലു ഗേസ്, ഗണപതി എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ മഞ്ഞുമൽ ബോയ്സ്. ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രവും ഇരുന്ന് ഓണക്കാലത്ത് ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഫഹദ് നായകനെത്തിയ ചിത്രമായിരുന്നു ആവേശം. ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഇരുന്ന് ഓണക്കാലത്ത് സംപ്രേഷണം ചെയ്യും. അടുത്തൊരു ചിത്രമാണ് പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു ഗുരുവായൂരമ്പലനടയിൽ. ചിത്രം തിരുവോണം സ്പെഷ്യലായി ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യും. എന്തായാലും ചിത്രങ്ങളുടെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. ബൈ ബൈ.